പയ്യന്നൂർ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ചികിത്സാ പിഴവ് മൂലം 1.5 വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ മുഖ്യപ്രതി ഒളിവിൽ. ഡോക്ടർ അഞ്ജലി പൊതുവാളിനെ ബന്ധപ്പെടാൻ കഴിയുന്നില്ലെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. അഞ്ജലിയെ ഹാജരാക്കാൻ ബേബി മെമ്മോറിയൽ ആശുപത്രിക്ക് അന്വേഷണ സംഘം നിർദ്ദേശം നൽകി. ആരോപണ വിധേയരായ മറ്റ് ഡോക്ടർമാരുടെ മൊഴിയെടുത്തു. മിഥുൻ പിള്ളയാണ് വിശദാംശങ്ങൾ നൽകുന്നത്. മിഥുൻ, ഈ 1.5 വയസ്സുകാരന്റെ മരണവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ പ്രധാന പ്രതിയെ കണ്ടെത്തുവാനോ മൊഴിയെടുക്കുവാനോ ഇപ്പോഴും അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ലേ? ഈ ആശുപത്രി അധികൃതർ ഈ ഡോക്ടറുമായി ബന്ധപ്പെട്ട് എന്താണ് ഇപ്പോൾ പറയുന്നത്? ഗൗതം, നമുക്കറിയാം പയ്യന്നൂർ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ഏതാനും ദിവസം മുമ്പാണ് അനസ്തേഷ്യ നൽകിയതിന് പിന്നാലെ കുട്ടി 1.5 വയസ്സുകാരൻ മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ അനസ്തേഷ്യ നൽകുന്ന ഡോക്ടറായ അഞ്ജലി പൊതുവാളിനെതിരെ കേസ് എടുത്തിരുന്നു പോലീസ്. അഞ്ജലി പൊതുവാളിനെ 1-ാം പ്രതിയാക്കിക്കൊണ്ടാണ് പോലീസ് കേസെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയരായ മറ്റ് 2 ഡോക്ടർമാർ കൂടിയുണ്ട്. ഒന്ന് പ്ലാസ്റ്റിക് സർജനും ഒന്ന് പീഡിയാട്രീഷ്യനുമാണ്. ഈ 2 പേരുടെയും മൊഴി കഴിഞ്ഞ ദിവസം പോലീസ് എടുത്തിരുന്നു. പയ്യന്നൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് മൊഴിയെടുത്തത്. കൂടാതെ ഈ കേസിലെ പ്രതിയായ അഞ്ജലി പൊതുവാളിനെ കണ്ടെത്തുവാൻ ഇതുവരെ പോലീസിന് സാധിച്ചിട്ടില്ല. ഈ അഞ്ജലി പൊതുവാളിനോട് ഹാജരാകാൻ വേണ്ടി നേരത്തെ തന്നെ പോലീസ് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. പക്ഷേ ഇതുവരെ ഹാജരാവുകയോ ഇവരെ ബന്ധപ്പെടാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ആശുപത്രി അധികൃതരോട് അഞ്ജലിയെ ഹാജരാക്കാൻ ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മറ്റ് 2 പേരുടെയും മൊഴിയെടുത്ത പശ്ചാത്തലത്തിൽ അഞ്ജലി പൊതുവാളിന്റെ മൊഴിയാണ് ഇനി പ്രധാനപ്പെട്ടത്. ഈ ആശുപത്രിയുമായി ബന്ധപ്പെട്ട്, അതായത് ബേബി മെമ്മോറിയൽ ആശുപത്രിയുടെ അധികൃതരോടാണ് ഇപ്പോൾ ഈ 1-ാം പ്രതിയായ അഞ്ജലി പൊതുവാളിനെ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ഹാജരാക്കാൻ ആവശ്യപ്പെട്ടത്. ഇതിന് ഉടൻ തന്നെ നടപടി വേണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതായത് കേസ് അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. ഈ മെഡിക്കൽ റിപ്പോർട്ട് അടക്കം വന്നു കഴിഞ്ഞാൽ ഈ കേസുമായി ബന്ധപ്പെട്ടൊരു വ്യക്തത ഇനിയും വരികയുള്ളൂ. ഗൗതം, ഓക്കെ, വ്യക്തമാണ്. മിഥുൻ പിള്ളയാണ് കണ്ണൂരിൽ നിന്നും ചേർന്നത്.